ആ ഒരു ബൈ എൻഡ് ഓഫ് ദ ഡേ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനമില്ല. നമുക്ക് അതില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര പ്രഷറോ സ്ട്രെസ്സോ അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. പക്ഷെ അതേസമയം നമുക്ക് വിഷമം വരുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതായത് എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വോയിസ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും, എത്ര പുതിയ കുട്ടിയാണെന്ന് പറഞ്ഞാലും, ഈച്ച് ആൻഡ് എവറി പ്രൊജക്റ്റ് അതിനൊക്കെ നമുക്ക് ഓഡിഷൻ ഉണ്ടാവും, വോയിസ് ടെസ്റ്റ് ഉണ്ടാവും. സോ നമുക്ക് ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ മാത്രമേ ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് പോയ കുറേ പ്രൊജക്റ്റുകളുണ്ട്. ഈ ഇതുപോലെയുള്ള വോയിസ് ടെസ്റ്റുകൾക്കും ഓഡിഷൻസിനും പോയിട്ട് റിജക്റ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ നല്ല നല്ല വർക്കുകളുണ്ട്. നല്ല പ്രൊജക്റ്റ് വരുമ്പം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം വരും. പക്ഷെ അതിൻ്റെ പാർട്ടാകാൻ പറ്റിയായിരുന്നെങ്കിൽ, ആ വോയിസ് ടെസ്റ്റ് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ആ വാശിക്ക് ആ സിനിമ കാണാൻ പോയില്ല അല്ലേ? എനിക്ക് തന്നില്ലല്ലോ, ഞാൻ കാണില്ല ആ സിനിമ. സംടൈംസ് അങ്ങനെ ഉണ്ടല്ലേ? പക്ഷെ ചിലത് ഞാൻ കാണും, ആരാ ചെയ്തേ, അതെങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് തോന്നും. പിന്നെ ചിലത് എനിക്ക് കിട്ടിയില്ല, വേണ്ട പോണ്ട, അങ്ങനെ വിചാരിക്കും. അങ്ങനെയുണ്ട്. ഈ ട്രെയിനിങ്ങോ പ്രാക്ടീസോ തൊണ്ട ശരിയാക്കി വെക്കുകയും മറ്റേ ചൂടുവെള്ളം മാത്രമേ കുടിക്കൂ, മയണൈസ് കൂട്ടില്ല, അങ്ങനത്തെ പരിപാടി ഒന്നും അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി അങ്ങനെ ഡെയിലി ഡബിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കുക, ഇന്ന ഫുഡ് കഴിക്കാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. നോർമൽ നിങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ. ഞങ്ങളൊക്കെ എല്ലാം തിന്നും. അതൊക്കെ തന്നെ. തിരിച്ചു കഴിക്കാത്ത എല്ലാം തിന്നും. അതെ. അമ്മ സ്ക്രീനിൽ അമ്മേന്റെ പേര് കണ്ടപ്പോ എന്താ പറഞ്ഞേ? പേര് മാറ്റിയപ്പോ എന്തായിരുന്നു റെസ്പോൺസ്? പേര് മാറ്റിയപ്പോ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മമ്മയ്ക്കും ഭയങ്കര പ്രൗഡായിട്ട് മമ്മ സംസാരിക്കുന്നവരുടെ അടുത്തൊക്കെ മമ്മയും പറയാൻ തുടങ്ങി, ഇപ്പൊ പേര് മാറ്റി മരിയ ലാലി ജോണി എന്നൊക്കെ. ഭയങ്കര എന്റെ പേരൊക്കെ വരും തിയേറ്ററിൽ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ആൾക്ക്. ഈ സാധനം വരും. അപ്പൊ ഞാനത് എന്നെ ട്രാഫിക്കിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ, വണ്ടി കൂട്ടിയിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണ് എനിക്ക് ആ പാട്ട്. മനസ്സിലായി. അത് പറഞ്ഞു, ഓരോരുത്തർക്ക് ഓരോ പാട്ട് ഓരോ രീതിയിലാണ്. ഈ സാധനമാണത്. എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് പാട്ടില്ല, പക്ഷെ ഏത് പാട്ടാണ് അന്നേരം പാടിക്കൊണ്ടിരിക്കണോ അതിന്റെ മോഡുലേഷൻ ചെറുതായിട്ടൊന്ന് മാറും, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആരെങ്കിലും ഇടിക്കാൻ പോണ പോലെ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന പോലെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം വരും. ഹായ് ഓൾ, വെൽക്കം ടു റെഡ് ബി ടേപ്സ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് മറിയ ലാലി ജോൺ. വെൽക്കം മറിയ. മറിയ ആക്ച്വലി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഒരുപാട് സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. നമ്മൾ മിക്കതും തിയേറ്ററിൽ കേട്ടിട്ടുള്ള ശബ്ദമാണ്. പിന്നെ പ്ലേ ബാക്ക് സിംഗർ ആണ്, പിന്നെ ഒരു സോളോ റൈഡർ ആണ്. അങ്ങനെ മൾട്ടി ടാലൻസ് ഉള്ള ഒരാളാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. വെൽക്കം മറിയ. താങ്ക് യു. ഹൗ ആർ യു? സുഖം. ആദ്യം പറയേ, ഇതൊക്കെ എങ്ങനെ പോകുന്നു ലൈഫ്? എത്ര അടിപൊളിയായിട്ട് പോകുന്നു എന്നുള്ളത് പറയേ. ഭയങ്കര പീസ്ഫുൾ ആണ്, ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനമുണ്ട്. വർക്ക്സ് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ പോകുന്നു, പാഷൻ അല്ലെങ്കിൽ ഹോബീസ് വേറൊരു സൈഡിൽ കൂടെ പോകുന്നു. ഈ പാഷൻ തന്നെ കരിയർ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമാധാനം കുറച്ച് കൂടുതലല്ലേ? സമാധാനം കുറച്ച് കൂടുതലാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചലഞ്ചസ് ഒക്കെ വരും. ബട്ട് അതൊക്കെ ലൈഫല്ലേ ഉണ്ടാവും, അതങ്ങനെ ലൈഫിന്റെ ഒരു പാർട്ടല്ലേ. ഞാൻ ഒരു സമാധാനത്തിൽ അങ്ങ് പോകുന്നു. അതെ. ഏറ്റവും കൂടുതൽ ഡബിങ്ങിലല്ലേ? പ്ലേ ബാക്ക് സിംഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പാട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഡബിങ്ങിലേക്ക് വന്നേ. വിചിത്രം എന്ന് പറഞ്ഞിട്ട് 2022 ഒക്ടോബറിൽ ഒരു പടം ഇറങ്ങിയായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഒക്കെ ലീഡർ ഉള്ളായിരുന്നു. യെസ്, അതാണ് ഫസ്റ്റ് സോങ്. അതുവരെ ഇൻസ്റ്റഗ്രാം സിംഗർ എന്നുള്ള ഒരു ഇതിന് ഒരു പ്രൊമോഷൻ കിട്ടിയൊരു പ്ലേ ബാക്ക് സിംഗർ ആയത് വിചിത്രത്തിലാണ്. അത് ജുബൈർ മുഹമ്മദ് ജുബൈർക്കാണ് അങ്ങനെ ഒരു പദവിയിലേക്ക് കണ്ടിട്ട് വിളിച്ചാണോ അതോ സൗണ്ട് അറിയാം? ഇല്ല, ഞാൻ ആക്ച്വലി ഡെമോസ് കൊടുത്തിട്ട് അങ്ങനെ വോയിസ് നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം വഴി. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ. എന്തായാലും എല്ലാരും സീഡിയും കൊണ്ടൊക്കെ നടക്കും, പാട്ട് കേൾക്കും. ആക്ച്വലി ഇന്നത്തെ കാലത്തൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ആവുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയും എത്തിപ്പെടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എന്നുവെച്ചാൽ നമുക്കിപ്പം മെയിൽ ഐ ഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എന്തെങ്കിലും ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയാസ് ഒക്കെ വഴി നമുക്ക് ഇത് ആരിലേക്കാണോ എത്തേണ്ടത് അവരെ കേൾപ്പിക്കാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. പണ്ട് കാലത്ത് അത്ര ഉണ്ടായില്ല. അതുപോലെ ഹൈ കോമ്പറ്റീഷനുമാണ്. കാര്യം പണിയെടുക്കണ്ട, അത്രയും നടന്ന് സ്ഥലങ്ങളൊക്കെ തേടി പിടിച്ച് സി ഡി ഒന്നും കൊടുക്കണ്ട, ഓൺലൈൻ വഴി അയച്ചു കൊടുത്തത് എല്ലാവർക്കും അയക്കല്ലോ. റീൽ ചെയ്യുമ്പോഴെല്ലാം ടാഗ് ചെയ്തിടാണ്. അത് ശരിയാ, കോമ്പറ്റീഷൻ ഹൈ ആണ്. ഇപ്പം അതിനനുസരിച്ച് കൂടുതൽ പാഷനിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്ന ആൾക്കാരും കൂടുതലാണ്. ഇപ്പൊ കൂടുതലും ആളുകൾ അങ്ങനെ മണി ബേസ്ഡ് ആയിട്ടുള്ള പ്രഷർ ഉണ്ട്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നുള്ള പ്രഷർ ഉണ്ട്. എന്നാലും
പണ്ടത്തെക്കാട്ടിലും കുറച്ചും കൂടെ പാഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തന്നെ ചിന്തിച്ച് പോകുന്ന ആളുകളാണ് കൂടുതൽ അല്ലേ? ഇപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും ആയിരിക്കും അങ്ങനെ കുറച്ച് തന്നെയാ. സമാധാനം കിട്ടാറ്. എനിക്കെന്തായാലും ഭയങ്കര ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഡബ്ബിങ് എനിക്ക് വോയിസും കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നേരത്തെ മുതലേ. ഉം. അപ്പം അതിപ്പോൾ ചെയ്ത് ജീവിക്കാന്ന് പറയുമ്പം മറ്റുള്ളവർ നോക്കുമ്പം ഛേ നിങ്ങൾ പാഷൻ തന്നെയാണല്ലോ പ്രൊഫഷൻ കൊള്ളാല്ലേ എന്ന് പറയുന്നൊരു എന്ത് ലൈഫ് വേണം. സുഖജീവിതമാണ് എൻ്റെ. സുഖജീവിതം എന്ന് പറഞ്ഞാൽ അതിപ്പം വെല്ലുവിളികളും ഉണ്ട്. ഉം. അതായത് ഇപ്പം ഒരു ഓഫീസ് ജോബാണ് അല്ലെങ്കിൽ ഒരു 9 to 5 ജോബാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പുണ്ടാവും. ആ ആ നമുക്കതില്ല. അപ്പം ഉം. നമുക്കിപ്പം ഒരു പടം കഴിഞ്ഞാൽ അടുത്തത് എപ്പോൾ വരും, ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്തത് എപ്പോൾ വരും, ഒരു പടത്തിൻ്റെ ഡബ് കഴിഞ്ഞാൽ അടുത്ത ഡബ്ബിങ്ങിന് ആരെന്നെ വിളിക്കും, ഇതൊന്നും അറിയില്ലല്ലോ. അപ്പം ഉം. നമുക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ ചലഞ്ചസും ഉണ്ട്. നമുക്കൊരു ഫിക്സ്ഡ് ഇൻകം ഉണ്ടാവില്ല. ഉം. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ബോസ് ഉണ്ടാവില്ല. നമുക്കിപ്പം പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല. ഉം. ഉം. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ വോയിസിനാണ് അവിടെ വില. നമ്മളെ വിളിക്കുന്നു, നമ്മളോട് ടൈം ചോദിക്കുന്നു, മറിയ ഇന്ന ടൈം ഫ്രീ ആയിരിക്കുമോ? ഞാൻ പറയും ഫ്രീ ഓ ആണെങ്കിൽ ഫ്രീ ആണെന്ന് ഞാൻ പറയും. ബിസിയാണ്, എനിക്ക് ടൈമില്ല. ദർ ഓപ്ഷൻ അങ്ങനെ പറയാം. അല്ല, നമുക്ക് തിരക്കുണ്ടെങ്കിൽ നമ്മളത് പറയും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ടൈം ഡിസ്കസ് ചെയ്താണ് ടൈം തീരുമാനിക്കണേ. ഉം. സോ നമ്മളെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ വഴക്ക് പറയാൻ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇതെന്താണ് സബ്മിറ്റ് ചെയ്യാത്തതെന്നുള്ള രീതിയിൽ ചീത്ത പറയാനൊന്നും ആരും ഉണ്ടാവില്ല. ഉം. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ്. ഐ ഗെറ്റ് യു. ഞാൻ ഒരു അതിൻ്റെ ഒരു MNC യിൽ ഫ്രീഡം വർക്ക് ചെയ്യാണ്. നമുക്കുണ്ട്. ഓ ആണോ? അപ്പൊ എനിക്കറിയാം. ആ സോ എന്താ സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് ബൈ അങ്ങനത്തെ എൻഡ് ഓഫ് പ്രഷർ ദ ഡേ ഇല്ല. എന്നുള്ള സാധനം ഡെയിലി കേൾക്കും. ഇപ്പൊ കുറെ റീൽസ് വരില്ലേ, ഒരാൾ വന്നിട്ട് ഓക്കെ ഐ വുഡ് ലൈക്ക് ടു ഫോളോ മൈ പാഷൻ സോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ 9 to 5 ജോബ് എന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ദേവ ഓക്കെ ഞാൻ ഐ ഡി കാർഡ് ഇടാം, ഞാൻ പൊക്കോളാം, എനിക്ക് പറ്റിയ പണിയല്ലായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ കണ്ട 9 to 5 ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതെ. ആ ഒരു ബൈ എൻഡ് ഓഫ് ദ ഡേ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനമില്ല. അത് നമുക്ക് ഫ്രീയാ, അതില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര പ്രഷറോ സ്ട്രെസ്സോ അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. പക്ഷെ അതേസമയം നമുക്ക് വിഷമം വരുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതായത് എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വോയിസ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും, എത്ര പുതിയ കുട്ടിയാണെന്ന് പറഞ്ഞാലും, ഈച്ച് ആൻഡ് എവറി പ്രൊജക്റ്റ് അതിനൊക്കെ നമുക്ക് ഓഡിഷൻ ഉണ്ടാവും, വോയിസ് ടെസ്റ്റ് ഉണ്ടാവും. ഉം. സോ നമുക്ക് ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ മാത്രമേ ഞാൻ അതിലിട്ടിട്ടുള്ളൂ. ഉം. എൻ്റെ കയ്യിൽ നിന്ന് പോയ കുറേ പ്രൊജക്റ്റുകളുണ്ട്. ഉം. ഈ ഇതുപോലെയുള്ള വോയിസ് ടെസ്റ്റുകൾക്കും ഓഡിഷൻസിനും പോയിട്ട് റിജക്റ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ നല്ല നല്ല വർക്കുകളുണ്ട്. ഉം. അപ്പം അതൊന്നും ആരും പക്ഷെ അറിയണില്ല. അതൊന്നും നമ്മളെ ഏശില്ല. റിജക്ഷൻസ് ഒന്നും വിഷമം നമ്മളെ തോന്നും. നല്ല പ്രൊജക്റ്റ് വരുമ്പം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം വരും. പക്ഷെ അതിൻ്റെ പാർട്ടാവാൻ പറ്റിയായിരുന്നെങ്കിൽ, ആ വോയിസ് ടെസ്റ്റ് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ആ എന്ന് കൊതി വാശിക്ക് തോന്നും. ആ സിനിമ കാണാൻ പോയില്ല അല്ലേ? എനിക്ക് തന്നില്ലല്ലോ, ഞാൻ കാണില്ല ആ സിനിമ. സംടൈംസ് അങ്ങനെ ഉണ്ടല്ലേ? ആ. പക്ഷെ അപ്പൊ ചിലത് ഞാൻ കാണും, ആരാ ചെയ്തേ, അതെങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് തോന്നും. പിന്നെ ചിലത് എനിക്ക് കിട്ടിയില്ല, വേണ്ട ഞാൻ പോണ്ട, കാണുന്നില്ല ആ അങ്ങനെ സിനിമ. വിചാരിക്കും. അങ്ങനെയുണ്ട്. റീസെന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടർ കണ്ട് ഇൻസ്പയർ ആയിട്ട് അയ്യോ എനിക്കിത് ചെയ്യണമായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? അങ്ങനെ ഒരു സ്പെസിഫിക് ഒരു മൂവി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അങ്ങനെയില്ല. പറയല്ല, ബട്ട് കുറെ ഞാനിപ്പം ഉണ്ടെന്ന് പറയാനില്ല, എനിക്ക് കുറെ ഉണ്ട്, കുറേ എല്ലാം ഉണ്ട്, ചെയ്യണമായിരുന്നു. കുറേ ഉണ്ട്. അതായത് ഞാനിപ്പം ഈ അടുത്ത് പഴയ പടങ്ങളൊക്കെ വീണ്ടും റീവാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഉം, അപ്പം ഉം, ലാലേട്ടൻ്റെ ഒക്കെ കുറേ പടങ്ങൾ ഇപ്പം ചെയ്യുമ്പം കാണുമ്പം അതിൽ ശ്രീജ മാം, ശ്രീജമ്മ ആ, ആ, ഡബ് ആ. ചെയ്തേക്കണതും ഭാഗ്യലക്ഷ്മി ചേച്ചി ഡബ് ചെയ്തേക്കണത്, അങ്ങനെ കുറേ ശ്രീജ മാം അല്ലേ കുഞ്ഞു കുട്ടികളുടെയൊക്കെ സൗണ്ട് അതെ അതെ അതെ. എടുക്കും. അപ്പം ശ്രീജമ്മയാണ് എൻ്റെ ഗുരു. ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് ആദ്യമായിട്ട് ആളുടെ അടുത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവരൊക്കെ ഡബ് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. ദേവാസുരം ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറേ പടങ്ങൾ കാണുമ്പം ഓ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളൊരു പടങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച വർക്കുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അഡ്മയർ ചെയ്ത് നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. അവരിപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴേ എനിക്കുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് മിക്ക സിനിമകളിലും പുതുമുഖങ്ങളെ തേടി തേടി നടക്കുന്നത് ഏതെങ്കിലും ഒരു ആക്ടർ പണ്ട് മുതലേ അഭിനയിച്ച് വരുന്ന ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആളെ ഒരുവിധം അറിയാം. അപ്പോൾ പുതിയൊരു റോളിലേക്ക് ഇടുമ്പോൾ എൻട്രൻസ് എന്നുള്ള രീതിയിൽ അത് പറ്റാത്തതുകൊണ്ട് ആളുകൾ ഒരു മുൻവിധിയോടുകൂടി ആ ആളെ കാണും എന്നുള്ളത് കൊണ്ട് എപ്പോഴും നമുക്കൊരു പുതുമുഖ നടിയെ വെക്കാം, അല്ലെ പുതുമുഖ നടനെ വെക്കാം എന്നുള്ളൊരു തോട്ട് വരുമല്ലോ. സെയിം വേ അത്രയും നാളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സൗണ്ട് സെയിം തന്നെയാണ്, അതെ ഇവരുടെ ഒക്കെ സൗണ്ട് സെയിം അതെ തന്നെയാണ്. അപ്പം ഇവർക്ക് തോന്നില്ലേ ഇത് കേട്ട് കേട്ട് മടുത്തു, അതായത് ഇപ്പോൾ ഇത് ഇന്ന ആളുടെ അല്ലേ വോയിസ് അല്ലേ. ഇത് ഇന്ന ആളുടെ വോയിസ് അല്ലേ. ഇപ്പോൾ പുതുമുഖമായിട്ട് ഒരാൾ വരുമ്പോൾ അയാൾക്ക് വേറൊരാൾ സൗണ്ട് കൊടുക്കും, ഇത് മഞ്ജു വാര്യറിന്റെ വോയിസ് അല്ലേ എന്ന് തോന്നില്ലേ? അതെ അതെ. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വോയിസുകൾ വരുമ്പം അതുപോലെ
ഇതുപോലെ റിവ്യൂസ് ഇതുപോലെ മിക്സഡ് റിവ്യൂസ് കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ വന്നിട്ടില്ല. കാരണം എൻ്റെ വോയിസ് അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ട് അങ്ങനെ ഒരു ഫേസ് ഒന്നും കാണാതെ ഇങ്ങനെ ഒരു റാൻഡംലി എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഇത് മറിയ ജോണിയുടെ വോയിസ് അല്ലേ എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ലെവലായിട്ടില്ല. ആയി വരണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആണോ? ജോബ് സേഫ്റ്റിയെ ബാധിക്കുമോ? അങ്ങനെ പ്രശ്നമായിട്ട് ബാധിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. മേ ബി കൂടുതൽ ഓപ്ഷൻസ് ചില ടീമുകൾ അന്വേഷിക്കുമായിരിക്കും. ബട്ട് അതങ്ങനെ നമ്മുടെ വർക്കിനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ അത്രയും ഡേഞ്ചറസ് ആയിട്ട് അങ്ങനൊന്നും പോവില്ല. കാര്യം മുമ്പ് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഭാഗ്യലക്ഷ്മി മാം പറയുന്നുണ്ടായിരുന്നു, ഒരു 10 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ജോലി ഇല്ലാതെയാവും. കാരണം ഒബ്വിയസ്ലി എല്ലാ ആക്ടേഴ്സ് എല്ലാവർക്കും മൾട്ടി ടാലൻറ്റഡ് ആണ്. എല്ലാവരും ഇപ്പോൾ എല്ലാം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മിക്ക ആക്ടേഴ്സും അവർ തന്നെ ഡബ് ചെയ്യണമെന്ന് വാശി പിടിക്കാറുണ്ട്, ചിലർ ആഗ്രഹിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റേജ് വരുമ്പോൾ ആക്ട് ചെയ്യുന്നവർക്ക് തന്നെ ഡബ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ജോലി കുറയും. അവരുടെ ജോലിയിൽ ഒരു അൺസേഫ് പറയുന്നത് കുറച്ച് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള എല്ലാ പടങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ റോള് കുറഞ്ഞു വരിക, എല്ലാം അവർ അഭിനയിച്ചിരിക്കുന്നവർ തന്നെ ഡബ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ നമുക്ക് അതിനനുസരിച്ച് വേറെ വേറെ ഓപ്പർച്യൂണിറ്റീസ് പിന്നെയും വേറെ ഉണ്ട്. നമുക്കിപ്പോൾ മൂവീസ് മാത്രമല്ല, നമുക്കിപ്പം വെബ് സീരീസസ് ഉണ്ടാവും. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ജിയോ ഹോട്ട്സ്റ്റാർ, ഇതുപോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലൊക്കെ ഇറങ്ങുന്ന വെബ് സീരീസസ് ഉണ്ടാവും, മൂവീസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ മലയാളത്തിലേക്കുള്ള മൊഴിമാറ്റം പ്രൊജക്റ്റുകളുണ്ടാവും. അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ശബ്ദം ഇഷ്ടപ്പെടുന്നവർക്കും സംസാരിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ RJ ആവാനൊക്കെ ഉള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു വർക്ക് ചെയ്തു. അത് തലശ്ശേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഹോസ്പിറ്റൽസിലേക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പറയുമല്ലോ, അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് ചെയ്യുന്നതിനായി 1 അമർത്തുക, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു വർക്ക് ഞാൻ ചെയ്തു. അപ്പം അതൊന്നും നമ്മൾ പ്രൊഫൈലിൽ അങ്ങനെ ഇടുന്നില്ല. ബട്ട് സിനിമ മാത്രമല്ല നമുക്കുള്ള വർക്ക്, വെബ് സീരീസസ് ഉണ്ട്, ഇതുപോലെ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്, സീരിയൽസ് ഉണ്ട്, പല ടൈപ്പ് വർക്കുകളുണ്ട്. സോ അങ്ങനെ എല്ലാം കൂടി പോകുമ്പം കുഴപ്പമില്ല. അപ്പോൾ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് അങ്ങനെ ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ഫീൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ, ഇത് ഞാനല്ലേ, ഇത് എൻ്റെ ലൈഫല്ലേ, ഇത് എന്ന് തോന്നിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ? അങ്ങനെ എൻ്റെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് സംടൈംസ് ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പം അതുപോലെ തന്നെ കരയുക, അതുപോലെ തന്നെ ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിലത് നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നും. മീൻസ് ആ ക്യാരക്ടർ കേട്ടോ, നമ്മുടെ ക്യാരക്ടർ അതിൽ നിന്ന് വ്യത്യാസം ഉള്ളത് കൊണ്ട് നമുക്ക് ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. അല്ലെങ്കിൽ ചിലത് നമ്മുടെക്കാളും ബോൾഡാണല്ലോ, അടിപൊളി എന്ന് തോന്നും. നമ്മളൊക്കെ എന്ത് എന്നൊക്കെ ഇത് കാണുമ്പോൾ തോന്നും. അപ്പൊ പല ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ഫിഗർ ഇതൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ള ആളുകളാണല്ലോ വരിക. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ മെലിഞ്ഞവർ വരുമ്പോൾ ഇന്ന സൗണ്ട്, തടിച്ചിട്ടുള്ളവർ വരുമ്പോൾ ഇന്ന സൗണ്ട്, ഹൈറ്റ് ഉള്ളവർക്ക് ഇന്ന സൗണ്ട്, അത് ആക്ഷൻസിനനുസരിച്ച് ഇന്ന സൗണ്ട്, അങ്ങനെ വോയിസ് മോഡുലേഷൻസ് ചെയ്യേണ്ടി വരുമോ? അങ്ങനെയല്ല ആക്ച്വലി വോയിസ് മോഡുലേഷൻസ് ചെയ്യുന്നത്. അതായത് ഇപ്പം മെലിഞ്ഞിട്ടുള്ള ആളായാലും തടിച്ചിട്ടുള്ള ആളായാലും അല്ലെങ്കിൽ പൊക്കമുള്ളതായാലും അല്ലെങ്കിലും ആ സിനിമയിൽ അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ്. അതായത് ഇപ്പം മെലിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നല്ല സ്ലിം ആയിട്ടുള്ള നല്ല പൊക്കമൊക്കെ ഉള്ള നല്ലൊരു അങ്ങനത്തെ ഒരു ഫിഗർ ആണെങ്കിൽ പോലും അവരുടെ ജോബ് ഇപ്പം ഒരു പോലീസ് ജോബാണെന്ന് വെക്കാം, അവരുടെ അല്ലെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് വെക്കാം. അവിടെ സ്വീറ്റ് വോയിസിനേക്കാളും കൂടുതൽ വേണ്ടത് കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും. അപ്പോൾ ക്യാരക്ടർ എന്താണെന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ആ ഒരു വോയിസ്. അതുകൊണ്ടാണ് ഫോർ ഈച്ച് ആൻഡ് എവറി പ്രൊജക്ട് വോയിസ് ടെസ്റ്റ് വേണം എന്ന് പറയുന്നതിന്റെ കാരണം അതാ. ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന നടിമാർക്ക് ചിലപ്പം ആ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള വോയിസ് ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ ഓൺ വോയിസ്. അങ്ങനെയുള്ളപ്പോഴായിരിക്കും ചിലപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ആവശ്യം വരിക. മനസ്സിലായി. ഇപ്പം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വോയിസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും അഭിനയിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവിടെ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈം ത്രില്ലർ പോലത്തെ എന്തെങ്കിലും ഉള്ള, ആൻഡ് അവരുടെ വോയിസ് റെക്കഗ്നൈസ്ഡ് അല്ല, ആൻഡ് അവരുടെ വോയിസ് ആൾക്കാരിൽ രജിസ്റ്റേർഡ് അല്ല. അങ്ങനെയാണെങ്കിലാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ആവശ്യം വരെ. ഇപ്പം ഇപ്പോഴത്തെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ
മനസ്സിലാലോചിക്കുക. ഉം. പക്ഷെ അവരെത്ര ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ തന്നെ ഡബ് ചെയ്യുള്ളൂ. കാരണം എന്താ, അവരുടെ വോയിസ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ള അവരുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് അവരുടെ വോയിസ് രജിസ്റ്റേർഡ് ആ മനസ്സിൽ. ഉം. അങ്ങനെയുള്ളപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ വെച്ച് വോയിസ് മാറ്റിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ ആ വോയിസ് കേൾക്കണ വഴി എല്ലാവരും വിചാരിക്കും, ഇത് ഇവരുടെ വോയിസ് അല്ലല്ലോ, ആ, ഇത് അങ്ങനെ ഒരു കല്ലുകടി ഫീൽ ചെയ്യും. ആ, ആ. സോ അങ്ങനെ മനസ്സിലായി. വോയിസ് രജിസ്റ്റേർഡ് ആവാത്ത ആർട്ടിസ്റ്റുകൾക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ വെക്കും. ഉം. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക, ഈ മെത്തേഡ് ആക്ടിംഗ് എന്നൊക്കെ പറയുന്ന പോലെ മെത്തേഡ് ഡബിംഗ് എന്ന് പറഞ്ഞാൽ അത് ടെക്നിക്കലി ശരിയാണെന്ന് അറിയില്ല. എന്നാലും ചില ക്യാരക്ടേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ലൈക്ക് സൗണ്ട് തോമ പോലെയുള്ള ഇതല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ചില ഏരിയാസ് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഓക്കെ ഞാൻ ഈ ഇങ്ങനെ പിടിക്കണോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഈ പറഞ്ഞ പോലെ ആ ബോൾഡ്നെസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആലോചിക്കാറുണ്ട്. ഉം. ഇപ്പം ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയ 1-2 പ്രൊജക്റ്റുകൾക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ബോൾഡായിട്ട് കുറച്ചുകൂടെ സ്വീറ്റ്നെസ് കുറച്ച് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റാക്കി കുറച്ചുകൂടെ സ്വീറ്റ്നെസ്സിൽ കൊടുക്കാമായിരുന്നു, എന്നാൽ എനിക്ക് കിട്ടിയേനെ. ആ ഒരു ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ മോഡുലേഷൻ കുറച്ച് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ കിട്ടി, പഠിച്ചു. അങ്ങനെ ഇപ്പൊ ഡെയിലി തോന്നാറുണ്ട്. ട്രെയിനിങ്ങോ പ്രാക്ടീസോ തൊണ്ട ശരിയാക്കി വെക്കുകയും മറ്റേ ചൂടുവെള്ളം മാത്രമേ കുടിക്കൂ, മയണൈസ് കൂട്ടില്ല, അങ്ങനത്തെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി അങ്ങനെ ഡെയിലി ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കുക ഇന്ന ഫുഡ് കഴിക്കാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഉം. നോർമൽ നിങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ. ഞങ്ങളൊക്കെ എല്ലാം തിന്നും, അതൊക്കെ തന്നെ. തിരിച്ചു കഴിക്കാത്ത എല്ലാം തിന്നും. അതെ. പിന്നെ അതുപോലെ ഒബ്വിയസ്ലി ഇപ്പൊ എല്ലാവരും പാഷന്റെ കൂടെ പോകുമ്പോൾ അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ ആളുകൾ ലിബറലായി പാഷൻ നോക്കി തന്നെ അത് തന്നെ കരിയറാക്കി കൊണ്ടുപോകണമെന്ന്. എന്നാലും വീട്ടിലുള്ളവർ മറിയന്റെ ഫാൻസ് ആണോ അതോ ടഫായിട്ടുള്ള ക്രിട്ടിക്സ് ആണോ? ഭയങ്കര സപ്പോർട്ടാ. ആ. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം എന്തിലേക്കെങ്കിലും പുതിയതായിട്ട് ഇറങ്ങി തിരിക്കുമ്പം അവർക്ക് അവരുടേതായ ഒരു കൺസേൺ ഉണ്ടാവും. ഉം. അവരുടെ മോളാണല്ലോ, അപ്പം ഇറങ്ങിത്തിരിക്കുമ്പം ഇത് സക്സസ് അത് ആവോ അല്ലെങ്കിൽ മോളായതുകൊണ്ട് കുറച്ച് അത് അവർക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉം. ആദ്യമൊക്കെ, ഉം. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. ഉം. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഭയങ്കര വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. ഇപ്പം കഴിഞ്ഞൊരു 3-4 ദിവസം മുമ്പ് തന്നെ എൻ്റെ അപ്പ പഠിച്ച, പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്, അപ്പം എൻ്റെ അപ്പയും അത് കഴിഞ്ഞിട്ട് ഇച്ചാച്ചയും പഠിച്ച അതേ സ്കൂളിൽ തന്നെ ഞാനും പഠിച്ചത്. ഉം. അവിടുത്തെ ആനുവൽ ഡേക്ക് ആക്ച്വലി സ്കൂളിൽ നിന്ന് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ. അപ്പോൾ അതൊക്കെ അപ്പയ്ക്കും ഇച്ചാച്ചയ്ക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഉം. സോ ഞാൻ നോക്കുമ്പം ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്തെങ്കിലും ഷെയർ ചെയ്താൽ അമ്മ അപ്പ ചോദിക്കും, എടി എനിക്കും കൂടെ താടി, ഞാനും കൂടെ ഷെയർ ചെയ്യട്ടെ ഓ, എന്ന് ചോദിക്കും. ഭയങ്കര സഹായിക്കാൻ സപ്പോർട്ടാ. അയാൾ ഭയങ്കര, ഞാനതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാ. ഭയങ്കര ഫാമിലി അല്ലേ? ഭയങ്കരമായിട്ട്. ഫാമിലി സപ്പോർട്ട് വേറെ ഒന്നും പോലെയല്ല. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏഹ്, ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ചിന്തിക്കണ്ട. അതെ. ഓക്കെ ഇത് ക്ലിയർ ആണ്, ഇനിയിപ്പോ എനിക്ക് പോവാം, എനിക്ക് എന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഞാൻ ഇവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത ആദ്യം ഉണ്ടായിരുന്നു. ഉം. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യത്തിന് പോവാണ്, അപ്പം അല്ലെങ്കിൽ ഇന്ന മൂവിയിൽ വർക്ക് ചെയ്യാൻ പോവാണ് പറയുമ്പം അവർ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ആണോ, ആരുടെ പടവാ, എനിക്ക് എന്തും പറയാം, അല്ലെങ്കിൽ എൻ്റെ പാഷൻ എന്താണെന്നുള്ളത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അവർക്ക് പാട്ടിൻ്റെ അത്രയും ട്രസ്റ്റ് കാര്യത്തിലാണെങ്കിലും. ഉള്ളത് കൊണ്ടാണ്. അതെ അതെ അതെ, അത്രയും വലിയ ട്രസ്റ്റ് നല്ല ഉള്ളത് നല്ല കൊണ്ടാണ്. നല്ല രീതിക്ക്. ആൻഡ് ഇപ്പോൾ ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞാൽ, ആണോ അതെന്നാ ഇറങ്ങണേ, അല്ലെങ്കിൽ അതാരുടെ പടത്തിലെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ടോക്ക് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിയാന്ന് വെച്ചോ, നമ്മൾ ഇതിൻ്റെ കാര്യം വിട്ടുപോയി. കാരണം ഒരു പാട്ടൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാനായിട്ട് കുറേ സമയം എടുക്കുമല്ലോ, എസ്പെഷ്യലി ഫോർ മൂവീസ് ആണെങ്കിൽ. ഉം. ഡബ്ബാണെങ്കിലും കുറേ ടൈം എടുക്കും. ഇവരിത് മറക്കൂല. ഇവർ അടുത്ത ആഴ്ചയൊക്കെ ഓർത്തിരിക്കും. ഞാൻ ചെല്ലുമ്പം ഇവർ ചോദിക്കും, അന്ന് പാടിയത് എന്തായി, അത് ഇറങ്ങാറായോ. പോയി And തിയേറ്ററിൽ പോയി കാണണ്ടേ? എന്നെക്കാളും എക്സൈറ്റഡ് അവര്. അപ്പം അത്ര സപ്പോർട്ട് എനിക്ക്. ഫസ്റ്റ് സ്ക്രീനിലൊക്കെ അറിയാം, ക്ലീഷോ ക്വസ്റ്റ്യൻ എന്നാലും ചോദിക്കാം. ഫസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ പേരെഴുതി വന്നല്ലോ, കരഞ്ഞു. മറിയ ലാലി ജോൺ, കരഞ്ഞ്? കരഞ്ഞു. കാരണം എൻ്റെ അങ്ങനെ പേര് ആദ്യമായിട്ട് കാണുന്നത് വിചിത്രം മൂവിക്ക് വേണ്ടിയിട്ടാണ്. ഉം. അതിൽ പാട്ട് പാടി അന്നേരമാണ് ഗായകർ എന്നുള്ള ലിസ്റ്റിൽ മറിയ ജോണി, ആദ്യം മറിയ ജോണി ആയിരുന്നു. അങ്ങനെ പേര് കണ്ടപ്പം കരഞ്ഞു. സത്യം ലിറ്ററലി കണ്ടു നിറഞ്ഞൊഴുകി. So, അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെയാണ് അമ്മയുടെ പേരും കൂടെ എനിക്ക് ആഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നത്. കാരണം അത് എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഭയങ്കര വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ അത് എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും എല്ലാത്തിലും ഞാൻ മറിയ ലാലി ജോണി എന്നാക്കി. അപ്പൊ അപ്പം തിയേറ്ററിലും അമ്മയുടെ അച്ഛന്റെയും പേര് അതെ എഴുതി അതെ, വരുന്നുള്ളൊരു അത് എനിക്ക് അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നി. ആൻഡ് അത് എന്നെ സംബന്ധിച്ച് അത് എക്സ്പെൻസീവോ കാര്യങ്ങളൊന്നുമല്ല, അതിന് നമുക്ക് ചിലവൊന്നുമില്ല. ബട്ട് എക്സ്പെൻസിൻ്റെ കാര്യത്തിലല്ലല്ലോ,
ചില ഗിഫ്റ്റുകൾ അതിന്റെ വിലകളിലല്ല, എന്നുവെച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുടക്കുന്നുണ്ടോ എന്നുള്ളതിലല്ല. നമുക്ക് ഇങ്ങോട്ട് വരുന്ന സപ്പോർട്ടിനും ട്രസ്റ്റിനും തിരിച്ച് അതെങ്കിലും കൊടുക്കണം അതെ, എന്നുള്ളൊരു അത് സത്യം. ഉള്ളിലൊരു അതെങ്കിലും ഫീലാണ്. അതിനത്ര അത് വലിയൊരു കാര്യമല്ല. ബട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യുക എന്നുള്ളത് വലിയൊരു പോയിന്റ്. അങ്ങനെയാണ് ഇപ്പം ലാലി ജോണിന്നും കൂടെ കാണുമ്പം എനിക്ക് ഭയങ്കര അമ്മ സ്ക്രീനിൽ അമ്മേന്റെ പേര് കണ്ടപ്പോ എന്താ പറഞ്ഞേ? പേര് ഭയങ്കര മാറ്റിയപ്പോ സന്തോഷമായി. എന്തായിരുന്നു റെസ്പോൺസ് പേര് മാറ്റിയപ്പോ? റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മമ്മയ്ക്കും ഭയങ്കര പ്രൗഡായിട്ട് മമ്മ സംസാരിക്കുന്നവരുടെ അടുത്തൊക്കെ മമ്മയും പറയാൻ തുടങ്ങി, ഇപ്പൊ പേര് മാറ്റി മരിയ ലാലി ജോണിന്നാ എന്നൊക്കെ. ഭയങ്കര എന്റെ അതെ, പേരൊക്കെ വരും തിയേറ്ററിൽ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ആൾക്ക്. എൻ്റെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഓക്കെ, രണ്ട് ഫാമിലിയും കൂടെ വന്നതായിരുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഇങ്ങനെ പേര് പറയുമല്ലോ, ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന പഞ്ചായത്തിൽ ഇന്ന ആളുടെ മകൾ എന്ന് പറയുമ്പോൾ ബൈജു പീറ്ററിൻ്റെ മകൾ ജിനി പീറ്റർ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അവിടുത്തെ ഉദ്യോഗസ്ഥൻ സാറ് പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അത് ആ സാറിൻ്റെ അല്ല, അവിടെ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയാണ്, എല്ലായിടത്തും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ അമ്മയുടെ പേരില്ല. അപ്പം എനിക്ക് കേട്ടപ്പം ബൈജു പീറ്റർ മകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എന്തോ തോന്നി. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ പേര് അച്ചാമ്മ എന്നാ, ഞാൻ അതുകൂടെ ആഡ് ചെയ്തു. ബൈജു പീറ്റർ അച്ചാമ്മ മകൾ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇത് എവിടെ പേപ്പർ ഇല്ല, ഓക്കെ മനസ്സിലായി. അപ്പം ചിന്തിച്ച് കാണും, കൊച്ചു ഫെമിനിസ്റ്റാ എന്ന് ചിന്തിച്ച് കാണുമായിരിക്കും. എന്നിട്ട് പറഞ്ഞു പോയി. പക്ഷെ ആ സമയത്ത് അമ്മ ആ കൂട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. ഇവള് പ്രശ്നം ഉണ്ടാക്കാനാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം അവർക്ക് പേടി, അവർക്ക് ടെൻഷനാണ്. ഇതെന്താ, ഓക്കെ സൊസൈറ്റി ഇതാണ്, ഇതിനനുസരിച്ച് അങ്ങ് പോയാ പോരെ, എന്തിനാ ഈ മാറ്റമൊക്കെ വരുത്തുന്നതെന്നുള്ളൊരു ചിന്തയുണ്ട്. അതെ. അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മുടെ അമ്മമാരിൽ കുറേ അധികം ആൾക്കാർ. അപ്പം സത്യം. നമ്മളാണ് സത്യം പറഞ്ഞാൽ അവരെ മുമ്പോട്ട് കൊണ്ടുവരണ്ടേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മമ്മേനെ ഞാൻ ലാലി എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ഞാൻ ലാലിമോളെ എന്നൊക്കെ സ്നേഹത്തോടെ ഇങ്ങനെ വിളിക്കും. പറഞ്ഞു, ലാലിമോളെ നമുക്കൊരു ദിവസം പോവാം, എവിടെയെങ്കിലും ഇങ്ങനെ പോവാം, നമുക്കൊരു ഗേൾസ് ട്രിപ്പ് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പം അമ്മേനെ ഞാൻ അതുപോലെ മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുവരാനായിട്ടൊക്കെ നോക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഡബിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ല, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് പുറത്തിറങ്ങണം, അകത്തിങ്ങനെ അതെ, കൂട്ടിക്കിടക്കണ്ടെന്നുള്ളൊരു ഇത്. വീട്ടിൽ മാത്രം അങ്ങനെ നിൽക്കേണ്ടതല്ല, നമുക്കും പുറത്തേക്കൊക്കെ ഇറങ്ങാം, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോണതല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ ഞാൻ അമ്മേൻ്റെ അടുത്തും പറയും, നമുക്ക് എന്തെങ്കിലുമൊക്കെ പോവാം, എവിടെയെങ്കിലൊക്കെ പോവാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ. ഇങ്ങനെ അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. സോളോ ട്രിപ്സ് പോവല്ലേ കുറെ? നന്നായിട്ട്. ബൈക്ക് വാങ്ങിയില്ലേ അതെ. പുതിയതായിട്ട്? എങ്ങനെയുണ്ട് സോളോ ട്രിപ്സ് പോകുമ്പോഴേ? ഫ്രീഡം ആണോ ഫീൽ ചെയ്യുന്നത്, അതോ എക്സ്പ്ലോറിംഗ് ആണോ, അതോ ഒരു എസ്കേപ്പിസം ആണോ, ഇവിടെ നിന്ന് പോവാം ഒരു ഇത് അങ്ങനെയാണോ? മൂന്നുമാണെന്ന് പറയാം. മൂന്നും ഇത് ഉണ്ടല്ലേ? മൂന്നാണെന്ന് പറയാം. കാരണം ഞാൻ ബൈക്ക് എടുത്തിട്ട് ഇപ്പം ഒരു 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആൻഡ് എനിക്ക് ഇത്രയും ലേറ്റ് ആയിട്ട് ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നേരത്തെ പ്രശ്നങ്ങളായിരുന്ന പല കാര്യങ്ങളും ഇപ്പം എനിക്ക് പ്രശ്നങ്ങളല്ല. ആൻഡ് കുറേ കാര്യങ്ങളിൽ ഞാൻ ഓവർ തിങ്ക് ചെയ്യായിരുന്നു. അതിനൊക്കെ ഉള്ള സൊല്യൂഷനായിട്ട് എനിക്ക് ബൈക്ക് വന്നത്. ഞാൻ ഇവൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ബൈക്കിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അവൻ വന്നപ്പം എനിക്ക് കുറേ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനായി. എനിക്കതൊരു സോളോ റൈഡാണെന്ന് തന്നെ തോന്നാറില്ല. ഏ ബൈക്കിനെ ആ പ്രണയിച്ചവൾ. അതെ, അങ്ങനെയല്ല. അല്ല, എനിക്ക് മനസ്സിലാവും ആ ഫീല്. കാരണം ഇപ്പം എന്തെങ്കിലും മൈൻഡ് ഒന്ന് ഡൗൺ ആവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവനെടുത്തിട്ട് അപ്പോൾ പോവുക. അപ്പോൾ പോവാന്ന് പറയുമ്പം എനിക്കതൊരു ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലില്ല. ഞാനും അവനും പാട്ടും അങ്ങനെ പോവാന്ന് പറയുമ്പം പാട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടാണോ പോകുന്നത്, അതോ നമുക്ക് ഹെൽമെറ്റിനുള്ളിൽ പാടും? ഇന്റർകോം ഉണ്ട്. നമുക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ നമ്മൾ പോകുമ്പോഴേ ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ പ്ലേ ബാക്ക് സിംഗറോട് ആയതുകൊണ്ടാ ചോദിക്കുന്നത്. സോളോ റൈഡ് പോകുമ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഹെൽമെറ്റ് വെച്ച് എവിടെങ്കിലും ചായ കുടിക്കാൻ പോകുമ്പോഴാണെങ്കിലും മറ്റേ ഏതെങ്കിലും പാട്ട് ആലിങ്ങട്ട ചെന്ന് ഇതൊക്കെ പാടി പോകും. അപ്പോൾ മരിയ ഡബിങ്ങും കൂടെ അല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഏതെങ്കിലും ഹെൽമെറ്റിനുള്ളിൽ പാട്ടാണോ, അതോ ഏതെങ്കിലുമൊക്കെ വോയിസ് ഓവർ ഇങ്ങനെ വണ്ടി മാറ്റൂ ചേട്ടാ ഞാൻ കീറിപ്പോട്ടെ ഇങ്ങനത്തെ പരിപാടിയാണോ ചെയ്യുന്നത്? ഞാൻ 2 പരിപാടികളുണ്ട്. അതായത് ചെയ്യല്ലേ എന്നുവെച്ചാൽ പാട്ട് പ്ലേലിസ്റ്റുകൾ പല ടൈപ്പ് പ്ലേലിസ്റ്റുകളുണ്ട്. ഒന്ന് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബാബുക്കയുടെയൊക്കെ പാട്ടുകളും അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വൈബാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്ലേലിസ്റ്റ് വെക്കും. ഇനി അതല്ല ട്രിപ്പ് മോഡ് അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെയുള്ളതാണെങ്കിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സോങ്സ് മാത്രം ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് വെക്കും. ഇനി അതൊന്നല്ല വെറുതെ റാൻഡം ആണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ ഓൺ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്ലേ ചെയ്യും. അങ്ങനെ കൂടെ പാടിയിട്ടൊക്കെ പോവും.
ഉം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡബ്ബിങ് ഞാൻ യാത്ര പോകുമ്പം ഈ ഓരോ കടകളുടെയൊക്കെ ബോർഡുകൾ കാണുമല്ലോ. ഉം, ഉം. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഡബ് ചെയ്യുമല്ലോ. ആ. അപ്പൊ ഈ കാണുന്ന ചായക്കടകളുടെ ഒക്കെ ചെയ്യും. അല്ല ഈ പേരുകൾ മൊത്തം ഞാനിങ്ങനെ ഈ ഡബ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന മോഡുലേഷനിൽ വെറുതെ വായിച്ചൊക്കെ പോകും. ഹെൽമെറ്റിനുള്ളിലിരുന്ന്. അങ്ങനെ വായിച്ചൊക്കെ പോകും. ഞാൻ കരുതി ഇത് എന്റെ മാത്രം വട്ടാന്ന്. അല്ല എല്ലാവർക്കും ഉള്ളതാ. ഞാൻ കാരണം ഇങ്ങനെ പോകുമ്പം ഇപ്പം ബസ്സിലോ അല്ലെങ്കിൽ ബൈക്കിലോ എന്ത് പ്ലേബാക്ക് വണ്ടിയിലാണോ സിംഗർ, ഡബിങ് ആർട്ടിസ്റ്റ് ഒക്കെ ചെയ്യുന്ന സാധനമാണ് ഞാൻ. ഞാൻ വളർന്നു വരുന്ന കലാകാരിയാണ്. ഞാൻ ഇതാ ചെയ്തോണ്ടിരിക്കുന്നത്. ഹെൽമെറ്റിലിരിക്കുമ്പോ ചിലപ്പോ സിത്താര ചേച്ചിയുടെ ഒരു പാട്ടുണ്ട്, ഉം. അയ്യോ ആ പുഴകാട്, അതിനകത്ത് ഹരിതര ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഉവ്വ് ഉവ്വ്. അപ്പം ഞാൻ ഈ പാട്ടൊക്കെ ചേച്ചി ചെയ്തത് ആക്ച്വലി എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ. ഉം, ഉം, ഉം. ഞാൻ സിത്താര ചേച്ചിയുടെ നല്ലൊരു ഫാനാ. ഞാനിത് പാടുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നും ഇച്ചിരി സ്പീഡ് എടുത്താലോ അല്ലെങ്കിൽ ഒന്ന് ഓവർടേക്ക് ചെയ്താലോ, അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പാടും ഈ സാധനം വരും. അപ്പൊ ഞാനത് എന്നെ ട്രാഫിക്കിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ, വണ്ടി കൂട്ടിയിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണ് എനിക്ക് ആ പാട്ട്. മനസ്സിലായി. അത് പറഞ്ഞു, ഓരോരുത്തർക്ക് ഓരോ പാട്ട് ഓരോ രീതിയിലാണ്. ഞാൻ ഈ അങ്ങനെ സാധനമാണത്. എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് പാട്ടില്ല. പക്ഷെ ഏത് പാട്ടാണ് അന്നേരം പാടിക്കൊണ്ടിരിക്കണോ അതിന്റെ മോഡുലേഷൻ ചെറുതായിട്ടൊന്ന് മാറും, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആരെങ്കിലും ഉം. ഇടിക്കാൻ പോണ പോലെ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന പോലെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം വരും.